പിന്നില്ലേ ഗൈസ്, ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്ന് രാവിലെ കുറേ ലേറ്റായിട്ടാണ് എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. 9 മണി കഴിഞ്ഞു. പിന്നെ വേഗം എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി. രാവിലത്തെ നാസ്ത പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് എന്നാൽ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും പിന്നെ പരിപ്പൊക്കെ ആയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇത്ര ലേറ്റായിട്ട് എഴുന്നേറ്റാലും എനിക്കങ്ങനെ കിച്ചണിലെ ജോലി ഒരു ബേർഡനായിട്ട് ഇന്നുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഏറ്റവും നല്ലോണം എൻ്റെ ഹസ്ബൻഡ് പറയും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഏകദേശം ഒരു 25-50 പേർക്കൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടാവും. അതേപോലെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊരു ബേർഡനായിട്ട് ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടുമില്ല. കാരണം നമ്മുടെ അടുക്കള ജോലി സാധാരണ സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. വീട്ടിൽ ഒരുപാട് പണികൾ ചെയ്യാൻ അവർക്കപ്പം ദേഷ്യവും മെൻ്റൽ സ്ട്രെസ്സും അങ്ങനെ എല്ലാം വരും. അത് നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന കാരണമാണ് വരുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാവരും കൂടി അവനവന് പറ്റുന്ന ജോലി അവനവൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിട്ട് നമ്മുടെ ലൈഫ് ഗോയിങ് ഓൺ ആയിരിക്കും അല്ലേ. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളൊന്നും അറിയില്ല. ഇവിടെ ആണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. എനിക്കങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇന്നുവരെ. കാരണം എന്നെ എല്ലാ രീതിയിലും ഹസ്ബൻഡും സഹായിക്കാറുണ്ട്, മക്കളും സഹായിക്കാറുണ്ട്. അവർക്ക് പറ്റുന്ന ജോലികൾ അവർ ചെയ്യും. ഇപ്പോൾ മകനാണെങ്കിൽ തന്നെ അത്യാവശ്യം വീടൊക്കെ ക്ലീൻ ചെയ്യും, സാധനങ്ങളെല്ലാം സെറ്റാക്കി വെക്കും. മോളാണെങ്കിലും അങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകിത്തരും, എടുക്കേണ്ട സാധനങ്ങൾ എടുക്കേണ്ടടുത്ത് വെക്കും. ഇപ്പം ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ ഇരിക്കുവാണെങ്കിൽ അവളത് കൊണ്ടുവന്നിട്ട് കറക്റ്റ് ആ സ്പേസ് എവിടെയാണ് അതൊക്കെ ഇരിക്കുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും. ഹസ്ബൻഡാണെങ്കിൽ തന്നെ പാത്രമെല്ലാം കഴുകിത്തരും, മക്കൾ അവരുടെ തുണികളൊക്കെ മടക്കി വെക്കും. അങ്ങനെ അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ നോക്കും. അത് കാരണം എനിക്ക് ആ ബുദ്ധിമുട്ട് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവരും, അത് സ്ത്രീകളാണ് കുടുംബത്തിലെ എല്ലാ ജോലിയും നോക്കേണ്ടെന്നൊരു ചിന്ത മാറി എല്ലാവരും കൂടെ സഹകരിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് അടിപൊളിയായിട്ട് പണി കഴിയാം. അപ്പം നമ്മൾ സ്ത്രീകളാണെങ്കിൽ കുറച്ച് ഫ്രീ ആവുകയും ചെയ്യും, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് കിട്ടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സുഖമാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെയും ഇവിടെയുമൊക്കെ ആൺകുട്ടികൾ ജോലി ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്ന തലമുറ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ ആൺകുട്ടികൾ ജോലി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. ഇപ്പോൾ എനിക്കൊരു മകനുണ്ട്. എൻ്റെ മകനെ കൊണ്ട് ഞാൻ മാക്സിമം അത്യാവശ്യം എല്ലാ പണികളും വീട്ടിലെടുപ്പിക്കാറുണ്ട്. കാരണം ഞാൻ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയല്ലേ, പിന്നെന്താ ഞാൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങൾ ഇന്ന ജോലി ചെയ്യണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു ഫേവറാണ്, ഞാൻ ഫുഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നത് ഒരു ഫേവറാണ്. അല്ലാണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരാളല്ല എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവൻ അത്യാവശ്യം കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അയാൾക്കും എന്നെ പോലെ തന്നെ. എൻ്റെ കൂടെ കൂടും, കുക്കിങ്ങിൻ്റെ കൂടെ കൂടും. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പണികളൊക്കെ അന്നേരം അവരും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാവും, നമ്മുടെ പണികൾ പെട്ടെന്ന് തീരും, നമുക്ക് കൂടുതൽ ടൈം നമ്മുടെ മക്കളോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. അതൊക്കെ ഒരു വലിയ ആശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ റെസിപ്പി ഞാൻ ഷോർട്ടായിട്ടോ റീലായിട്ടോ ചെയ്യാം. കാരണം ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഞാൻ ചെയ്തത്. അത് അധികം ഗ്രേവിയൊന്നും ഉണ്ടാവില്ല. നെയ്ച്ചോറിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള, കാരണം ചിലവർക്കത് ഇഷ്ടപ്പെടുമോ അറിയില്ല, ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അത് ഞാൻ ഷോർട്ടോ റീലോ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മക്കൾക്ക് ആകെ ഒരു ദിവസമാണ് ലീവ് കിട്ടുക, സൺഡേ മാത്രം. വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം. സാറ്റർഡേ വരെ അവർക്ക് സ്കൂളുണ്ടാവും, സെക്കൻഡ് സാറ്റർഡേ മാത്രമേ അവധി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും സ്കൂളില്ലാത്ത കാരണം ഇന്നും മഴയില്ല എന്ന് പറയാം. ഇനി നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. അത്യാവശ്യം സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലെല്ലാം നല്ല മഴയായിരിക്കും. തിരിച്ച് വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു, എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവും കേട്ടോ.
കാരണം എടുക്കുന്ന സാധനങ്ങൾ എടുക്കണ സ്ഥലത്ത് തന്നെ നമ്മൾ അപ്പം തന്നെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല. ഇതാട്ടോ എൻ്റെ ചിക്കൻ കറിയുടെ ഇതിങ്ങനെ ഇരിക്കും നമ്മുടെ ചിക്കൻ കറി. ലാസ്റ്റിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള സെറ്റ്.